ഹലോ ഗൈസ്, ഇന്നാണ് ഞങ്ങളുടെ ചുനക്കരക്കാരുടെ അഹങ്കാരമായ ഞങ്ങളുടെ ചുനക്കര ആറാട്ട് നടക്കുന്ന ദിവസം എന്ന് പറയുന്നത്. വളരെ താമസിച്ചു പോയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഞങ്ങളുടെ റോഡ് വഴിയൊക്കെ കാളയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേന് കാളയൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. കളിക്കണ്ടത്തിനെ പറ്റി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കളിക്കണ്ടത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ചുനക്കര ആറാട്ട് നടക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ അതിലെ കൂടെ പോയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ടെത്തി വന്നപ്പോഴത്തേനും തെക്കുമുറിക്കാളയും കിഴക്കുമുറിക്കാളയും പിടിച്ചായിരുന്നു. അപ്പോൾ ഈ വരുന്നതാണ് കിഴക്കുമുറിക്കാള. മൊത്തം 6 കരയാണുള്ളത്. തെക്കുമുറി, വടക്കുമുറി, കിഴക്കുമുറി, നടുവിലെ മുറി, കോമല്ലൂർ, കരിമുളക്കിൽ എന്നിങ്ങനെ 6 കരക്കാർ കൂടി നടത്തുന്ന ഉത്സവമാണ് ചുനക്കര ആറാട്ടെന്ന് പറഞ്ഞ്. അതിനകത്ത് തെക്കുമുറിക്കരയുടെ കാളയും കണ്ടത്തിലേക്ക് ഞാൻ ചെന്നപ്പോഴത്തേന് പിടിച്ചായിരുന്നു. ഇത് വരുന്നതാണ് കിഴക്കുമുറിക്കരയുടെ കാള. നല്ല ചെണ്ടമേളമായിരുന്നു. കുറേ ചെണ്ടമേളം കേട്ടാലേ നമ്മൾ ആദ്യം അവിടെ നിന്ന് കുറേ നേരം കേട്ടതിന് ശേഷം ഡാൻസൊക്കെ കളിക്കാൻ തോന്നുമെങ്കിലും ഞാൻ ഡാൻസ് കളിക്കാൻ നിന്നില്ല. കുറേ നേരം കേട്ട് നിന്ന് നമ്മുടെ കരയായ നടുവിലെ മുറിക്കരയുടെ കാള ഇങ്ങെത്തി. നടുവിലെ മുറി കൊമ്പനെ കാണാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ കാളയുടെ കൂടെ ഉള്ളവനായിരുന്നു ദേ ഈ ഗൊറില്ല. ഇവൻ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവൻ ഫുള്ള് പാർട്ടി വൈബായിരുന്നു. ഇവൻ പിന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കാത്തതുകൊണ്ട് ഇവനെ എനിക്ക് വലിയ തരത്തിൽ പേടിയൊന്നും വന്നില്ല. ഇവൻ ഫുള്ള് ചിൽ മൂഡായിരുന്നു. അങ്ങനെ സമയമൊക്കെ ഇരുട്ടാറൊക്കെ ആയപ്പോഴത്തേന് ഒരുവിധപ്പെട്ട എല്ലാ കാളയും നമ്മുടെ കളിക്കണ്ടത്തിൽ എത്തിക്കഴിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മുടെ മഹാദേവന്റെ ജീവിത കളിക്കണ്ടത്തിലേക്ക് എത്തി എല്ലാ കാളകളെയും ചെന്ന് കാണുന്നുണ്ടായിരുന്നു, അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാളകളുടെ അടുത്തും നമ്മുടെ മഹാദേവന്റെ ജീവിതം കൊണ്ട് ചെല്ലും. അതിനുശേഷം എല്ലാ കാളയും കണ്ട് അനുഗ്രഹിച്ചതിന് ശേഷം ആണ് കാളകളെല്ലാം കളിക്കണ്ടത്തിൽ നിന്ന് അമ്പലത്തിലോട്ട് കൊണ്ടുപോവുക. പിന്നെ അങ്ങനെ മഹാദേവനെയും കണ്ട് തൊഴുത് ഞങ്ങൾ അവിടെ നിന്നു. മേളമൊക്കെ കണ്ട് തുള്ളാൻ തോന്നുമെങ്കിലും പിന്നെ ഒരു വിധത്തിൽ പിടിച്ചൊക്കെ നിന്ന് അമ്മൂമ്മ വഴക്ക് പറയും. അതുകൊണ്ട് പിന്നെ തുള്ളാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് ചെണ്ടമേളമൊക്കെ കേൾക്കുക തന്നെ ചെയ്തു. നല്ല അടിപൊളി ചെണ്ടമേളമായിരുന്നു. കേട്ടിട്ടും തുള്ളാൻ തോന്നുന്ന ഒരവസ്ഥയായിരുന്നു.
അങ്ങനെ സമയം വൈകാറായപ്പോഴത്തേനും ഓരോ കാളയായിട്ട് അമ്പലത്തിലോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അമ്പലത്തിലാണ് കാളയെല്ലാം കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം അതിഗംഭീരമായിട്ട് തന്നെ അവസാനിച്ചു. നല്ലൊരു ഉത്സവമായിരുന്നു. നല്ല രീതിയിൽ ഒരുപാട് സന്തോഷിക്കാനും പറ്റി. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ പോയിട്ടിരിക്കുകയായിരുന്നു. കാളയെല്ലാം അമ്പലത്തിലോട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. കാളെ പിടിച്ചുകൊണ്ട് അമ്പലത്തിലോട്ടൊക്കെ പോകുന്നതും കണ്ട് ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഈ വർഷത്തെ അതിഗംഭീരമായ ഉത്സവം ഇതോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. ടാറ്റാ.